ഹലോ, ഇന്ന് ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്. അതിന് വേണ്ടിയിട്ട് ബയോഡേമേൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം ഇടുകയാണ്. നല്ലൊരു പ്രൊഡക്റ്റാണ്. എൻ്റെ ഓയിലി സ്കിന്നായിട്ട് കൂടി അങ്ങനെ പിമ്പിൾസ് ഒന്നും വരാണ്ട് നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യുന്ന ഒരു ക്രീമാണ് കേട്ടോ. ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ദിവസം നമുക്ക് ലാസ്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ടിൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ചുരിദാറാണ് ഇന്നിടുന്നത്, അതുകൊണ്ട് കണ്ണ് നല്ല രീതിയിൽ എഴുതാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ ഡാസ്ലറിൻ്റെ ഐലൈനർ വെച്ചിട്ട് കണ്ണൊന്ന് മേലോ കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കാജൽ, അത് നമ്മുടെ ഡാസ്ലറിൻ്റെ തന്നെയാണ്. ഇത് അടിപൊളി കാജലാണ്, ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഇതൊരെണ്ണം വാങ്ങി വെച്ചാൽ നമുക്ക് കുറേ കാലം ലാഭിക്കാം. നമ്മുടെ ട്യൂബുള്ള കാജൽ വാങ്ങുന്നതിനേക്കാൾ ഒരുപാട് കാലം നമുക്ക് ലാഭിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അത് കഴിഞ്ഞിട്ട് പൊട്ട് നമ്മുടെ മെയിനാണല്ലോ. പൊട്ടൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഇടുകയാണ്. മേബിലിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇടുന്നത്. നല്ലൊരു ഷെയ്ഡാണ്, എനിക്ക് നന്നായിട്ട് ചേരുന്ന പോലെ തോന്നി. പിന്നെ ഒരു ചെറിയ ഇയറിങ് ഇടുകയാണ്, ഗോൾഡൻ കളറിലുള്ളത്. അതും കൂടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് മുടി കെട്ടാൻ വേണ്ടി പോവാണ്. നേർവളവ് എടുത്തിട്ട് ബനാന ക്ലിപ്പ് ഇടാമെന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ തീരുമാനം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേർവളവൊക്കെ എടുത്ത് ബനാന ക്ലിപ്പെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ മുടിയൊക്കെ കുറച്ച് മുന്നിലോട്ട് വലിച്ചിട്ടു. അടുത്തതാണ് സിന്ദൂരം. ഈ സിന്ദൂരത്തിൻ്റെ മണം ഭയങ്കര അടിപൊളിയാണ്. ഞാൻ സിന്ദൂരം എപ്പോഴും ഇടുന്ന ഒരാളല്ല കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന് ഒട്ടും ഇഷ്ടമല്ല സിന്ദൂരം ഇടുന്നത്. എന്നാലും ഒരു കൊതി വരുമ്പോൾ ഞാൻ ഇടാറുണ്ട്. വാച്ചൊക്കെ ഇട്ടു. താഴോട്ട് അമ്പലത്തിൽ പോയി വന്നു ഞാനപ്പോൾ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.